നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ സ്വദേശിവൽക്കരണം, പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി. 40 തൊഴിൽ മേഖലകൾ കൂടി ഒമാൻ പൗരന്മാർക്ക് മാത്രമാക്കിക്കൊണ്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. മാനേജർ, എഞ്ചിനീയർ, ടെക്നീഷ്യൻ, ഡ്രൈവർ, മാർക്കറ്റിംഗ് സൂപ്പർവൈസർ, സെയിൽസ്മാൻ ഇങ്ങനെ അനവധി മേഖലകളിൽ ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഒമാനിൽ. കഴിഞ്ഞ ചില മാസങ്ങളായി വിവിധ തസ്തികകൾ സ്വദേശിവൽക്കരിക്കുന്നുണ്ട്, വിസ വിലക്കും ഏർപ്പെടുത്തുന്നുണ്ട്. എന്തായാലും സ്വദേശിവൽക്കരിച്ച തസ്തികകൾ വിശദമായി നോക്കാം ഏതൊക്കെയാണെന്ന്. ട്രക്ക് ഡ്രൈവർ, വെള്ള ടാങ്കർ ഡ്രൈവർ, ഹോട്ടൽ റിസപ്ഷൻ മാനേജർ, ഭക്ഷ്യ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ശീതീകരിച്ച ട്രെയിലറുകളിലെ ഡ്രൈവർമാർ, ഫ്ലാറ്റ് ബെഡ് ക്രെയിൻ ഡ്രൈവർ, ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവർ, നീന്തൽ രക്ഷകൻ, ടൂറിസ്റ്റ് ഏജന്റ്, ട്രാവൽ ഏജന്റ്, റൂം സർവീസ് സൂപ്പർവൈസർ, ഡ്രില്ലിംഗ് എഞ്ചിനീയർ, ക്വാളിറ്റി കൺട്രോൾ മാനേജർ, ക്വാളിറ്റി ഓഫീസർ, മെക്കാനിക് ഓർ ജനറൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, ഡ്രില്ലിംഗ് മെഷർമെന്റ് എഞ്ചിനീയർ, ക്വാളിറ്റി സൂപ്പർവൈസർ, ഇലക്ട്രീഷ്യൻ, ജനറൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, എയർക്രാഫ്റ്റ് ലോഡിംഗ് സൂപ്പർവൈസർ, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ഷിപ്പ് മൂറിംഗ് ടൈയിങ് വർക്കർ, ലേബർ സൂപ്പർവൈസർ, കൊമേഴ്സ്യൽ ബ്രോക്കർ, കാർഗോ കയറ്റിറക്ക് സൂപ്പർവൈസർ, കൊമേഴ്സ്യൽ പ്രൊമോട്ടർ, ഗുഡ്സ് അറേഞ്ചർ, പുതിയ വാഹനങ്ങളുടെ സെയിൽസ്മാൻ, ഉപയോഗിച്ച വാഹനങ്ങളുടെ സെയിൽസ്മാൻ, പുതിയ സ്പെയർ പാർട്ട് സെയിൽസ്മാൻ, ഉപയോഗിച്ച സ്പെയർ പാർട്സ് സെയിൽസ്മാൻ, ജനറൽ സിസ്റ്റം അനലിസ്റ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ്, മറൈൻ സൂപ്പർവൈസർ എന്നീ തസ്തികകളാണ് സ്വദേശിവൽക്കരിച്ചിരിക്കുന്നത്. സിസ്റ്റം അനലിസ്റ്റ് ജനറൽ, ഇൻഫർമേഷൻ സിസ്റ്റം നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ്, മറൈൻ ഒബ്സർവർ, ട്രാഫിക് കൺട്രോളർ, കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലെ സ്വദേശിവൽക്കരണം അടുത്ത വർഷം നടപ്പിലാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നീ തസ്തികകൾ 2026 ജനുവരി മുതൽ സ്വദേശിവൽക്കരിക്കും. വെബ് ഡിസൈനർ, ഓപ്പറേഷൻ അനലിസ്റ്റ് എന്നീ മേഖലകളിലെ സ്വദേശിവൽക്കരണം 2027 ജനുവരി 1 പ്രാബല്യത്തിൽ വരുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു മുന്നറിയിപ്പ്. പൗരന്മാരുടെ സുരക്ഷ ലക്ഷ്യമിട്ടുള്ള നിർബന്ധിത ബയോമെട്രിക് മസ്റ്ററിംഗ് നിശ്ചിത സമയപരിധിക്കകം രേഖപ്പെടുത്താത്ത സ്വദേശികൾക്കും വിദേശികൾക്കും സർക്കാർ സേവനങ്ങൾ വിലക്കുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യാത്ത 9.75 ലക്ഷം പേർ എത്രയും വേഗം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്തണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നീട്ടി നൽകിയ സമയപരിധി തീരാറായിട്ടും രജിസ്റ്റർ ചെയ്യാത്തവർക്കെതിരെയാകും നടപടി. ഈ മാസം 30-നകവും വിദേശികൾ ഡിസംബർ 30-നകവും രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിബന്ധന. ഇത് പാലിച്ചില്ലെങ്കിൽ സ്വദേശികൾക്ക് ഒക്ടോബർ മുതലും വിദേശികൾക്ക് ജനുവരി മുതലും സർക്കാർ സേവനങ്ങൾ വിലക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഐഡന്റിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ബി.ഗ്രേ അറിയിച്ചു. രജിസ്റ്റർ ചെയ്യാത്ത സ്വദേശികളുടെ ബാങ്ക് ഇടപാടുകൾ നിയന്ത്രിക്കുന്നതും പരിഗണനയിലുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.